കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു കഥ. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ആ ഒരു കഥ നിങ്ങൾ പറഞ്ഞു തരുമ്പോഴാണ് അത് കുറച്ചുകൂടി മനസ്സിലാവുന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള കുറേ ആൾക്കാർ ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ട് എല്ലാവരുടെയും ചാനലിൽ ഭയങ്കരമായിട്ട് ഗ്രോത്ത് വന്നു പറഞ്ഞാൽ സ്റ്റക്കായി കിടക്കുന്ന ചാനലുകളും ചെറിയ 100ഉം 200ഒക്കെ വ്യൂസ് വന്ന ചാനലൊക്കെ എന്ത് ചെയ്തു, പെട്ടെന്ന് കയറി 500 1000 ആയി. അപ്പോൾ എന്താണ് അവർ ചെയ്തത് എന്ന് പറയാം. അത് ഒരു കഥയുടെ രൂപത്തിൽ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ഈ ഒരു സംഭവം ഫുള്ളായിട്ട് കേൾക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഇതെങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു വർക്കിംഗ് മെത്തേഡ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അതുപോലെ ഞാൻ സംസാരിക്കുന്നത് വളരെ സ്ലോയിലായിരിക്കും. ഇപ്പം നിങ്ങൾ വേണ്ടവർ 1x മാറ്റിയിട്ട് 1.5x ഇട്ട് കേൾക്കുക. കാരണം എനിക്ക് കുറച്ച് സ്പീഡിൽ സംസാരിച്ചാൽ ചിലപ്പോൾ ഇടയ്ക്ക് ചുമ വരും. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ കാണാം. നമ്മൾ ആളുകളിൽ കൂടുതൽ ആൾക്കാരും കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരുപാട് ആൾക്കാർ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെ നമുക്ക് പിടിക്കാം. അപ്പോൾ ഈ കഥ ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരാളെയും സ്വന്തമായിട്ട് സങ്കല്പിക്കുക, നിങ്ങൾ അതിലെ മെയിൻ ക്യാരക്ടറായിട്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നേരെ എന്ത് ചെയ്യാം, യൂട്യൂബിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ യൂട്യൂബിൽ നിന്ന് മാറ്റി വെച്ച് നമുക്ക് നേരെ നമ്മൾ റിയൽ ലൈഫിലേക്ക് വരാം. റിയൽ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് ചെയ്തിട്ട്, അതായത് എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. തൽക്കാലം നമുക്ക് സമൂസയിൽ പിടിക്കാം. ഇപ്പോൾ സമൂസയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് സമൂസ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. റീസെൻ്റായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ 10 15 20 സമൂസ ഉണ്ടാക്കി. നോർമലി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമൂസ ഉണ്ടാക്കി വെച്ചാൽ അതിനെ വിൽക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ആർക്കാണ് വിൽക്കേണ്ട ആൾക്കാരെ കണ്ടെത്തുക, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു സമൂസ നിങ്ങൾ വിൽക്കേണ്ട ആവശ്യമില്ല. അത് സ്ഥിരമായിട്ട് എടുത്ത് ആളുകൾക്ക് കൊണ്ടുകൊടുത്ത് വിറ്റ് തരാൻ വേണ്ടിയിട്ട് ആളുണ്ട്. അപ്പോൾ ആ ആളെ നമ്മളൊരു പയ്യനായിട്ട് പറയാം. അപ്പോൾ ആ പയ്യൻ്റെ പേര് അൽഗോരിതൻ എന്നാണ്. അത് അൽഗോരിതൻ എന്ന പേരിൽ നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ അൽഗോരിതൻ എന്ന് വിളിക്കാം നമുക്ക്. നമ്മൾ എന്ത് ചെയ്യും, രാവിലെ ഈ സമൂസ ഉണ്ടാക്കി വെക്കും. സമൂസ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ബിസിനസ് തുടങ്ങിയ പാടന്നെ ആദ്യത്തെ ദിവസം നിങ്ങൾ ഒരു 10 സമൂസ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അന്നിപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന പയ്യൻ വന്നോളണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ 2ാമത്തെ ദിവസം സമൂസ ഉണ്ടാക്കി വെച്ചു, അന്നും ചിലപ്പം വന്നോളണമെന്നില്ല. കാരണം എന്താണ്, ഇങ്ങനെ ഒരാൾ ഇവിടെ നിന്ന് സമൂസ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അറിയാനുള്ള ഒരു ടൈം അതവിടെ എടുക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ 1-2 ദിവസം നമ്മുടെ ബന്ധുക്കൾക്കും നമ്മളെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തും സപ്ലൈ ചെയ്തിട്ടൊക്കെ നമ്മൾ ഈ ഒരു പരിപാടി നടത്തും. പിന്നെ ആകുമ്പോൾ നമ്മളൊരു 4-5 ദിവസം കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ അൽഗോരിതൻ എന്ന് പറയുന്ന പയ്യൻ മനസ്സിലാക്കും ഇന്ന ഒരാൾ ഇവിടെ നിന്ന് സമൂസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ സമൂസ മറ്റ് ആളുകളിലേക്ക് എത്തിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളെന്ത് ചെയ്യും, നമ്മുടെ അടുത്തേക്ക് വരികയും നമ്മളിൽ നിന്ന് സമൂസ എടുത്തു കൊണ്ടുപോയി ഈ സമൂസയെ ഇഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടെത്തിയിട്ടോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരുപാട് ആളുകൾക്കോ ഇത് സപ്ലൈ ചെയ്യും. അപ്പോൾ ഈ സപ്ലൈ ചെയ്ത ഇവിടെ ഒരു കുഴപ്പമുണ്ട്. അതായത് ആളുകളിലേക്ക് ഇതിങ്ങനെ ഓരോരോ ആൾക്കാർക്ക് കൊടുക്കുമെങ്കിലും ഈ കഴിച്ചിട്ട് ആളുകൾ അഭിപ്രായം പറയണം, എങ്ങനെയുണ്ട് സമൂസ, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറാണ്. അതുപോലെ കഴിക്കുന്ന ആളുകളുടെ ഫുള്ളായിട്ട് കഴിക്കുന്നുണ്ടോ അതോ പകുതിക്കിട്ട് വേസ്റ്റ് ആക്കുകയാണോ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഈ അൽഗോരിതൻ നോട്ട് ചെയ്യും. കാരണം ഈ അൽഗോരിതൻ ചെയ്യുന്ന കാര്യം, ഈ പയ്യൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആളുകളുടെ എക്സ്പ്രഷൻസും അവരുടെ അഭിപ്രായങ്ങളും നോക്കിയിട്ടാണ് ഇവൻ്റെ കച്ചവടം വർദ്ധിപ്പിക്കുക. നെക്സ്റ്റ് ഡേ 10 സമൂസ കൊണ്ടുപോയ ആൾ 20 സമൂസ അല്ലെങ്കിൽ 20 ആളുകളിലേക്ക് എത്തിക്കും. അവിടുന്ന് എക്സ്പ്രഷൻസും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ ആളുകളുടെ അഭിപ്രായം നോക്കിയിട്ട് പിന്നെ ഇതിനെ വർദ്ധിപ്പിക്കാൻ തുടങ്ങും. 30 40 50 പേർക്ക് കൊടുക്കാൻ തുടങ്ങും. ഈ സമയത്ത് ആണ് മറ്റൊരു പ്രശ്നം വരിക. അതായത് എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ആണ് സമൂസ റെഡിയാവുമെന്ന് വിചാരിക്കുക. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു ഏരിയയിൽ ഒരാൾ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ സമൂസ ഇതുപോലെ ഐറ്റംസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ രാവിലെ 7 മണിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ അൽഗോരിതൻ എല്ലാ ദിവസവും രാവിലെ കൃത്യം 7 മണിക്ക് അവിടെ എത്തും, ഈ സാധനം പിക്ക് ചെയ്യും, കൊണ്ടുപോകും. പക്ഷേ സംഭവിക്കുക എന്താ വെച്ചാൽ
ആദ്യത്തെ ദിവസം 7 മണിക്കാണ് അൽഗോരിതത്തിന് ഈ സമൂസ കിട്ടിയത്. നെക്സ്റ്റ് ഡേ കറക്റ്റ് 7 മണിക്ക് അൽഗോരിതം വരും. പക്ഷെ അവിടെ ഒന്നും ഉണ്ടാവില്ല, സമൂസ ഉണ്ടാവില്ല. അപ്പോൾ ഈ പറയുന്ന വീട്ടമ്മ അല്ലെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യും, എക്സ്ക്യൂസ് പറയും. എക്സ്ക്യൂസ് പറയുന്നത് പറഞ്ഞാൽ ഇന്ന് എനിക്ക് 7 മണിക്ക് പറ്റിയില്ല, ഒരു 10 മണിക്കൊക്കെ എനിക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 10 മണിക്ക് അവിടെ സാധനം ഉണ്ടാക്കി വെച്ചു. ആ 10 മണിക്ക് ഉണ്ടാക്കി വെച്ച സാധനം ഇനി അൽഗോരിതം വന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള ആളുകളുടെ പ്രൊഡക്ട്സുകൾ സെയിൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൈം എടുക്കും. ഇനി ഓക്കെ, നെക്സ്റ്റ് ഡേ 10 മണിക്ക് വന്നെടുത്തു, 10 മണിക്ക് വന്നെടുത്തു. അതിൻ്റെ അടുത്ത ദിവസവും നിങ്ങൾ 10 മണിക്ക് കൊടുത്തു, അതും കറക്റ്റായിട്ട് കൊടുത്തു. പിന്നെ 4-മത്തെ ദിവസം വരുമ്പോൾ നിങ്ങൾ വീണ്ടും 7 മണിക്ക് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, കൺഫ്യൂഷനായി. അതായത് എത്ര മണിക്കാണ് ഞാനിത് എടുക്കേണ്ടത് അല്ലെങ്കിൽ എത്ര മണിക്കാണ് പോകേണ്ടതെന്ന് കൺഫ്യൂഷൻ വരും. നിരന്തരമായിട്ട് ഇതുപോലെ നിങ്ങൾ കൺഫ്യൂഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അൽഗോരിതം എന്ത് ചെയ്യും, ഈ ഒരു ബിസിനസ് ആളെ കൊണ്ട് പറ്റൂല. അതായത് ആൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ എത്തും. നിങ്ങൾ ഏത് സമയത്താണ് ഇത് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് നിശ്ചയമില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ അൽഗോരിതം നമ്മളെ നൈസായിട്ട് ഈ പറഞ്ഞ ആളങ്ങ് ഒഴിവാക്കും. എന്നിട്ട് എല്ലാ ദിവസവും കൃത്യസമയത്ത് ആരാണോ ഈ സമൂസ ഉണ്ടാക്കി കൊടുക്കുന്നത് അവരുടെ സമൂസ മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യും, ആളുകളിലേക്ക് എത്തിക്കും. ഇതാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സമയം എന്ന് പറയുന്നത് രാവിലെ 7 മണിക്കെങ്കിൽ രാവിലെ 7 മണിക്ക്, വൈകുന്നേരം 7 മണിക്കാണെങ്കിൽ വൈകുന്നേരം 7 മണിക്ക്, രാത്രി 10 മണിക്കാണെങ്കിൽ രാത്രി 10 മണിക്ക്. പക്ഷേ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഈ സമയത്ത് അൽഗോരിതം വരും. കാരണം ആൾക്ക് എന്ത് ചെയ്യുക, ഭയങ്കര ആത്മാർത്ഥതയാണ് ഈ കാര്യത്തിൽ, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇനി സംഭവിക്കുന്ന മറ്റൊരു കാര്യം, ഈ പറഞ്ഞ അൽഗോരിതം രാവിലെ 7 മണിക്ക് വരും. അപ്പോൾ 7 മണിക്ക് ആൾ എത്തുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ 50ഓളം സമൂസ ഉണ്ടാക്കി വെച്ചു, അല്ലെങ്കിൽ സമൂസ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ ഈ സമൂസ എടുത്തിട്ട് നിങ്ങളുടെ അടുത്തുള്ള ബന്ധുക്കൾക്കും അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ കൊടുത്ത് തീർത്തു. ഏകദേശം തീർന്നു, കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. ഇതേപോലെ നിരന്തരമായിട്ട് എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ അൽഗോരിതം എന്ത് വിചാരിക്കും, ഞാൻ എന്തിനാണ് ഇനി ഇത് കൊടുക്കേണ്ട ആവശ്യം, കാരണം അവർ തന്നെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ പോയാലും എനിക്ക് കാര്യമായിട്ടൊന്നും അവിടുന്ന് ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ കാര്യങ്ങളൊക്കെ അവർ സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രോസസ്സും അൽഗോരിതം എന്ത് ചെയ്യില്ല, അധികം സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അൽഗോരിതം അതിൽ നിന്ന് മാറി നിൽക്കും. ഇനി ചില ആളുകളുടെ സമൂസ കൊണ്ടുകൊടുത്താൽ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ആളുകൾ പറയും വളരെ നന്നായിട്ടുണ്ട്, ഫുള്ളായിട്ട് കഴിച്ചു, ഇനിയും വേണം എന്നുള്ള രൂപത്തിലേക്ക് ആളുകൾ ഇങ്ങനെ അഭിപ്രായങ്ങൾ വരുമ്പം ഈ അൽഗോരിതത്തിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അൽഗോരിതം ഇതെന്ത് ചെയ്യും, കൂടുതൽ 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 സാധാരണ ഒരു ബിസിനസ് നടക്കുന്ന പോലെ തന്നെ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുകയും രണ്ടുപേരും, അതായത് ഈ സമൂസ ഉണ്ടാക്കുന്ന ആളും അൽഗോരിതനും എന്ത് ചെയ്യും, നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ലാഭം ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അൽഗോരിതം സപ്പോർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ആളായിരിക്കും. ഇതാണ് ഇതിൻ്റെ കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അൽഗോരിതം വരുന്നതിന് മുന്നേ തന്നെ വീട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുന്നുള്ളത്. പക്ഷേ അതിലൊരു ചെറിയൊരു കാര്യം ഉള്ളത്, ഇപ്പോൾ ഷെയർ ചെയ്തു, എല്ലാവർക്കും കൊടുത്തു. പക്ഷേ ഈ കൊടുത്ത ആളുകൾ ഇത് ഫുള്ളായിട്ട് കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ അൽഗോരിതം വരുന്ന സമയത്ത് കാണുന്നത് ഈ കൊടുത്ത ആൾക്കാർ അവരുടെ മുന്നിൽ വെച്ച് നല്ല അഭിപ്രായം പറയുകയും ഇത് പകുതി കടിച്ചിട്ടൊക്കെ എന്താ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടാണ് കാണുന്നത്. അപ്പോൾ അൽഗോരിതം മനസ്സിലാവും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോപ്പാണ് സാധനം, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബിഹേവിയർ അടർന്നു വന്നത്. കാരണം തീരെ ടേസ്റ്റ് ഇല്ല. അപ്പം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, മുഴുവനായിട്ട് അതങ്ങ് ഒഴിവാക്കും. അപ്പം ഇങ്ങനെയാണ് ഈ അൽഗോരിതൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു സമൂസ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുത്ത് അൽഗോരിതം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടിയല്ലോ. നെക്സ്റ്റ് ഡേ ഈ പറഞ്ഞ എല്ലാ ആളുകളുടെ അടുത്തേക്കും ഇതേ സമൂസ തന്നെ അൽഗോരിതം കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കും. അതിൻ്റെ നല്ല പാക്കിംഗ് ആയിരിക്കണം, നല്ല ടേസ്റ്റിയുള്ള സാധനമായിരിക്കണം, എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ ചെയ്ത് സക്സസ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുപോലെ എന്ത് ചെയ്തു, ഒന്നും ഷെയർ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല, അവിടെ വെച്ചു. അൽഗോരിതം അവൻ്റെ സമയത്ത് എല്ലാ ദിവസവും കൃത്യമായ സമയത്ത് വന്നെടുത്തു, ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തു, ആളുകൾക്ക് അത് ഓക്കെ ആയി എന്ന് പറയുമ്പോൾ ഈ സാധനം എല്ലാവരുടെയും ഇനി യൂട്യൂബിൻ്റെ കേസിലേക്ക് വരാം. യൂട്യൂബ് എന്ന് പറയുമ്പോൾ യൂട്യൂബിൻ്റെ ഹോം പേജിലാണ്
കാണിക്കാറുണ്ട്. ഹോം പേജിൽ ഇങ്ങനെ താഴത്തായിട്ട് സൈഡിലൊക്കെ ആയിട്ട് കാണിക്കുന്നതിന് ബ്രൗസ് ഫീച്ചർ എന്ന് പറയുന്നത്. എല്ലാവരുടെയും യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു വീഡിയോസ് ഇതിന് മുന്നിൽ തന്നെ കാണും, മുന്നിലും സൈഡിലൊക്കെ ആയിട്ട്. ഇതാണ് ബ്രൗസ് ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ YT സ്റ്റുഡിയോയിൽ പോയിട്ട് റീച്ച് ടാബിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും നമ്മൾ വ്യൂസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതിൽ ആദ്യം ബ്രൗസ് ഫീച്ചർ അയക്കണം, രണ്ടാമത് സജസ്റ്റഡ് വീഡിയോ ഇരിക്കണം, മൂന്നാമത് എക്സ്റ്റേണൽ വ്യൂസ് ആയാലും കുഴപ്പമില്ല. ഇനി ഈ ബ്രൗസ് ഫീച്ചറും സജസ്റ്റഡ് വീഡിയോസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബ്രൗസ് ഫീച്ചറും ഈ സജസ്റ്റഡ് വീഡിയോ ആണ് മെയിനായിട്ട് വേണ്ടത്. അത് ഫെയിലായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഫെയിലാവും. അത് ഫെയിലാവാനുള്ള കാരണം ഞാൻ ഈ കഥയിലൂടെ പറഞ്ഞ് നിങ്ങൾ തന്നെ ഷെയർ ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ബ്രൗസ് ഫീച്ചർ ഒക്കെ പോയിട്ട് എക്സ്റ്റേണൽ വ്യൂസ് കൂടുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സമൂസ ഉണ്ടാക്കി വെക്കുക, കൃത്യസമയത്ത് എല്ലാ ദിവസവും ഉണ്ടാക്കുക, വെയിറ്റ് ചെയ്യുക, അൽഗോരിതം വരും, അവനെടുത്തിട്ട് ആളുകൾക്ക് കൊണ്ടുകൊടുക്കും. ആളുകൾക്ക് കൊണ്ടുകൊടുക്കുമ്പോൾ നിങ്ങളുടെ പാക്കിങ്, അതായത് തമ്പനയിൽ നല്ലതല്ലെങ്കിൽ ചിലപ്പോൾ അത് അവോയ്ഡ് ചെയ്യപ്പെടാം. ഇനി കഴിച്ചു നോക്കിയ ശേഷം അതിൽ ടേസ്റ്റ് കൊള്ളൂലെങ്കിലും ഒഴിവാക്കപ്പെടാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫുള്ളായിട്ട് കഴിക്കുന്ന രൂപത്തിലുള്ളത് ഉണ്ടാക്കുക, അതിൻ്റെ കവറിങ്ങും മറ്റൊക്കെ മാറ്റുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ ചാനൽ ഉറപ്പായിട്ട് സക്സസ് ആവും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ അനാവശ്യമായിട്ട് വാച്ച് അവർ കൂട്ടാനും മറ്റുള്ള പരിപാടികളൊക്കെ പോവാതെ ഇങ്ങനെയുള്ള ബേസായ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉറപ്പായിട്ട് സക്സസ് ആവും. ഞാൻ വെറുതെ പറഞ്ഞില്ല, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് വന്ന മാറ്റങ്ങളിലൂടെയാണ് ഞാൻ പറയുന്നത്. എനിക്കിപ്പം സ്ക്രീൻഷോട്ടൊക്കെ അയച്ചെന്ന് കാണിച്ചെന്നു നല്ല മാറ്റം വന്നിട്ടുണ്ട് ചാനലിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.